CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ ഗതാഗത നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചലാൻ ലഭിച്ചവർക്ക് ഇളവോടെ പിഴയടയ്ക്കാനുള്ള തീയതി വ്യാഴാഴ്ച അവസാനിക്കും. 2024 ഡിസംബർ 31 ലഭിച്ച ചലാനുകൾക്കാണ് പിഴത്തുകയുടെ 50% മാത്രം അടച്ച് കേസ് തീർപ്പാക്കാൻ സാധിക്കുന്നത്. കൃഷിയിടത്തിൽ പന്നിശല്യം തടയാൻ സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചു. പരിയാപുരം പട്ടിക്കുന്ന് സ്വദേശി അബ്ദുൾ അസീസിനെയാണ് സ്വന്തം കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിനു സമീപം ഒരു പന്നിയെയും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിനു മുൻപ് അരങ്ങേറിയ വിസ്മയകരമായ ഒരു കഥകളി പ്രകടനത്തെ അതിന്റെ എല്ലാ തന്മയോടും കൂടി വീണ്ടെടുക്കാനുള്ള അപൂർവമായ ഒരു പുനരാവിഷ്കരണ പദ്ധതിക്ക് വേദിയൊരുങ്ങുന്നു. കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റും കാനഡയിലെ മോൺട്രിയൽ ആസ്ഥാനമായുള്ള ഡാൻസ് കലാശാസ് എന്ന നൃത്ത സംഘവും സംയുക്തമായാണ് ഈ ഗവേഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. വേനൽ കഠിനമായതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പ് പുള്ളിച്ചിപ്പാറ നിവാസികൾ. പ്രദേശത്തെ 150ഓളം കുടുംബങ്ങളാണ് ഒരു തുള്ളി വെള്ളത്തിനായി കിലോമീറ്ററുകളോളം അലയുന്നത്. മലയോര മേഖലയായ ഇവിടെ 800-ലധികം ആളുകളാണ് കുടിവെള്ളക്ഷാമം മൂലം വലയുന്നത്. പാലക്കാട് ജില്ലയിൽ ഗതാഗത നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചലാൻ ലഭിച്ചവർക്ക് ഇളവോടെ പിഴയടയ്ക്കാനുള്ള തീയതി വ്യാഴാഴ്ച അവസാനിക്കും. 2024 ഡിസംബർ 31 ലഭിച്ച ചലാനുകൾക്കാണ് പിഴത്തുകയുടെ 50% മാത്രം അടച്ച് കേസ് തീർപ്പാക്കാൻ സാധിക്കുന്നത്. 5737 ചലാനുകൾ ഇതുവരെ തീർപ്പാക്കി. 2024 ഡിസംബർ 31 ലഭിച്ച ഈ ചലാനുകൾക്കാണ് 50% ഇളവുള്ളത്. ജില്ലയിൽ ഇതുവരെ 5737 ഈ ചലാനുകളാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് തീർപ്പാക്കിയത്. ഈ വകയിൽ 54.37 ലക്ഷം രൂപ പിഴയായി സർക്കാരിന് ലഭിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ നേരിട്ടെത്തി പിഴയൊടുക്കിയവരും അദാലത്തിലൂടെ പിഴയൊടുക്കിയവരും ഉൾപ്പെടെയാണിത്. പാലക്കാട് എൻഫോഴ്സ്മെന്റ് വിഭാഗം RT ഓഫീസിൽ നടത്തിയ അദാലത്തിൽ ഇതുവരെ 27.61 ലക്ഷം രൂപയാണ് ഈടാക്കിയത്. പട്ടാമ്പിയിൽ 10 ലക്ഷം രൂപയും മണ്ണാർക്കാട് 7.50 ലക്ഷം രൂപയും ഒറ്റപ്പാലത്ത് 6.94 ലക്ഷം രൂപയും ആലത്തൂരിൽ 1.27 ലക്ഷം രൂപയും ചിറ്റൂരിൽ 1.21 ലക്ഷം രൂപയും ഈടാക്കിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. ഇതിനു പുറമെ ഓൺലൈനായി പിഴയൊടുക്കിയവരുമുണ്ട്. പട്ടാമ്പിയിലാണ് കൂടുതൽ ചലാനുകൾ കെട്ടിക്കിടക്കുന്നത്. ഇവിടെ 7000ഓളം ചലാനുകളിൽ 1300ഓളം പേർ ഇളവ് വിനിയോഗിച്ചു. കോടതിയിലേക്ക് മാറ്റാത്ത ഈ ചലാനുകൾ അതത് ഓഫീസുകളിൽ വേഗം പിഴയൊടുക്കാനാകും. എന്നാൽ സമയപരിധി കഴിഞ്ഞ ശേഷം കോടതിയിലേക്ക് മാറ്റിയ ഈ ചലാനുകൾക്ക് അതാത് RTO ഓഫീസിൽ എത്തിയാലേ പിഴയൊടുക്കാനാകൂ. 30-നകം പിഴയടയ്ക്കാത്തവരുടെ കേസുകൾ കോടതി നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് അധികൃതർ പറയുന്നത്. CCN ചെർപ്പുളശ്ശേരി. കൃഷിയിടത്തിൽ പന്നിശല്യം തടയാൻ സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചു. പരിയാപുരം പട്ടിക്കുന്ന് സ്വദേശി അബ്ദുൾ അസീസിനെയാണ് സ്വന്തം കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിനു സമീപം ഒരു പന്നിയെയും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏറെക്കാലമായി പട്ടിക്കുന്നിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ അസീസ് കൃഷി ചെയ്തു വരികയായിരുന്നു. ഇത്തവണ വാഴകൃഷിയാണ് ഇറക്കിയിരുന്നത്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് കൃഷി സംരക്ഷിക്കാനായി അസീസ് തന്നെ നിർമ്മിച്ച വൈദ്യുത വേലിയിൽ തട്ടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ രാത്രിയിലാകാം അപകടം നടന്നതെന്ന് കരുതപ്പെടുന്നു. പന്നിയെ കണ്ട് അതിനെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ അസീസിനും പന്നിക്കും ഒരേ സമയം ഷോക്കേൽക്കുകയായിരുന്നുവെന്നാണ് സൂചന. മൃതദേഹത്തിന്റെ ഇടതു കൈയിൽ ടോർച്ചും സമീപത്തായി വെട്ടുകത്തിയും വീണുകിടക്കുന്നുണ്ട്. ജനവാസമില്ലാത്ത പ്രദേശമായതിനാൽ മരണം പുറം ലോകമറിഞ്ഞത് വൈകിയാണ്. പ്രദേശത്ത് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അയൽവക്കക്കാരൻ തന്നെയാണ് ഇതിലേക്കൂടെ നടന്നു വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു മരണം കണ്ടതായി കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പന്നിയും ചത്തുകിടപ്പുണ്ട്. ഈ പ്രദേശങ്ങളിൽ പന്നിശല്യം നല്ല ഉള്ളൊരു പ്രദേശം തന്നെയാണ്. അപ്പോൾ പോലീസ് വന്നു കാര്യങ്ങളൊക്കെ ക്ലിയറാക്കിയിട്ടുണ്ട്.
ആളെ ഈ സ്ഥലത്തിനോട് ചേർന്ന് ഉള്ള ഒരു അയൽവക്കക്കാരൻ തന്നെയാണ്. അസീ എന്നാണ് ആളുടെ പേര്. ഈ തോട്ടം നോക്കുന്ന ആളാണ്. വിവരമറിഞ്ഞ് പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. ഒരു നൂറ്റാണ്ടിന് മുൻപ് അരങ്ങേറിയ വിസ്മയകരമായ ഒരു കഥകളി പ്രകടനത്തെ അതിന്റെ എല്ലാ തന്മയോടും കൂടി വീണ്ടെടുക്കാനുള്ള അപൂർവമായൊരു പുനരാവിഷ്കരണ പദ്ധതിക്ക് വേദിയൊരുങ്ങുന്നു. കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റും കാനഡയിലെ മോൺട്രിയൽ ആസ്ഥാനമായുള്ള ഡാൻസ് കലാശാസ് എന്ന നൃത്ത സംഘവും സംയുക്തമായാണ് ഈ ഗവേഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. 1916 ജനുവരിയിൽ കോട്ടയത്ത് വെച്ച് നടന്ന നരകാസുരവധം കഥകളിയെ ആധാരമാക്കിയാണ് ഈ പുനരാവിഷ്കരണം വിഭാവനം ചെയ്തിരിക്കുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ രചനയായ ഈ ആട്ടക്കഥ കഥകളിയുടെ ചരിത്രത്തിൽ ആവിഷ്കാര സങ്കേതങ്ങളെ പുതുക്കിപ്പണിഞ്ഞ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 2020 കലാമണ്ഡലം യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ദി കഥകളി എക്സ്പ്ലോറർ എന്ന കൃതിയും 1926 ഫ്രഞ്ച് ഭാഷയിൽ പുറത്തിറങ്ങിയ ലെസ് കഥകളീസ് ടു മലബാർ എന്ന എൻഡോഗ്രാഫിക് വിവരണവും ഈ പദ്ധതിയുടെ പ്രധാന സ്രോതസ്സുകൾ. നരവംശാസ്ത്രത്തിൽ ലഭ്യമായ ഏറ്റവും പഴയ എക്നോ കൊറിയോഗ്രാഫിയായി ഈ കൃതി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത നൃത്ത സംവിധായകനും പണ്ഡിതനുമായ ഡോക്ടർ റിച്ചാർഡ് ട്രൈംബ്ലെയുടെ നേതൃത്വത്തിലാണ് ഈ ബഹുവിഷയ ഗവേഷണ പദ്ധതി നടക്കുന്നത്. വെറുമൊരു അവതരണത്തിനപ്പുറം പഴയ കാലത്തെ സ്റ്റേജ് സവിശേഷതകൾ, നിർമ്മാണം, കാണികളുടെ അനുഭവം എന്നിവയെല്ലാം സജീവമായ രൂപത്തിൽ പുനഃസൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. കാരണം രാജാന്റെ പോലുള്ള ഒരാളെ കഥകളി ചരിത്രം പഠിച്ചതും കഥകളി ഇത്തിരി ഇടപെട്ട ആളെ അയാളുടെ ഇന്റലക്ച്വൽ ഇൻപുട്ട് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ കുഞ്ചുനായ ട്രസ്റ്റിന്റെ അവിടെ സ്റ്റേജ് അണിയെല്ലാം എന്താ അവിടെയുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ചു വരുന്നു അതിനൊക്കെ. പക്ഷെ പ്രധാനമായിട്ടും ഇത് പ്രോജക്റ്റ് അപ്രൂവ് ആണെച്ചാൽ ഇത് അവിടെ നിന്നാണ് ഫണ്ടിങ് വരിക. ഇവിടെ വല്ല ലോക്കൽ ഫണ്ടിങ് അതിൻ്റെ അപ്പം തീരുമാനിക്കുക. അതിനാണ് ഒരു പ്രോജക്ട് മാനേജറാണ് ഇതിന് തീരുമാനിക്കുക. ഇപ്പോൾ ഉള്ളത് ഒരു പ്രിലിമിനറി ഇതാണ്. പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം ഗവേഷണം, കൊറിയോഗ്രാഫി, കലാകാരന്മാരുടെ തിരഞ്ഞെടുപ്പ്, ധനകാര്യം എന്നിവയുടെ ഉത്തരവാദിത്വം ഡാൻസ് കലാശാസിനാണ്. അവതരണത്തിനാവശ്യമായ സ്ഥലം, പ്രാദേശിക സൗകര്യങ്ങൾ, സാങ്കേതിക വൈദഗ്ധ്യം എന്നിവ വാഴയങ്കട കുഞ്ചുനായർ ട്രസ്റ്റ് ലഭ്യമാക്കും. And memorandum of understanding, which we are going to sign today, is just the one part of the agreement that we are going to have together. That is preliminary. Actually, it's a memorandum of understanding, and the memorandum of understanding will just work on the preliminary steps that we have to follow together to get to this project and stage it properly. That is just I want to tell right now, if it is okay, that it is not properly an archival work. So we don't expect to have, of course it's impossible that the 1916 performance would perform exactly like it was in 1916. വാർത്താ സമ്മേളനത്തിൽ ഡാൻസ് ആർട്ടിസ്റ്റിക് ഡയറക്ടർ റിച്ചാർഡ് ട്രൈംബ്ലെ, ട്രസ്റ്റ് പ്രസിഡന്റ് TK അച്യുതൻ, ട്രസ്റ്റ് സെക്രട്ടറി N പീതാംബരൻ, KB രാജാനന്ദ്, കലാമണ്ഡലം പ്രദീപ് എന്നിവർ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. വേനൽ ചൂടിൽ കുളിർ തേടി തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണയിലേക്ക് സന്ദർശകരുടെ പ്രവാഹം. ഒഴിവു ദിവസങ്ങളിലെ വൈകുന്നേരം നൂറുകണക്കിന് ആളുകളാണ് തടയണയിലെ ജലസമൃദ്ധി ആസ്വദിക്കാനും ഉല്ലസിക്കാനുമായി ദൂരദിക്കുകളിൽ നിന്ന് പോലും എത്തുന്നത്.
പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ കുലുക്കല്ലൂർ, ഏലംകുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചതാണ് മപ്പാട്ടുകര എളാട് തടയണ. കാർഷിക ആവശ്യങ്ങൾക്കും ജലസേചന പദ്ധതികൾക്കുമായി നിർമ്മിച്ച തടയണ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ്. കൊടുംവേനലിൽ നാട് വെന്തുരുകുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന തടയണ കുളിരേകുന്ന കാഴ്ചയാണ്. വേനൽ കനത്തതോടെ സഞ്ചാരികളുടെ ഒഴുക്കാണ് സായാഹ്നങ്ങളിൽ കാണാനാവുന്നത്. വേനൽ അവധി ആയതോടെ കുടുംബമായി എത്തുന്നവരുടെ എണ്ണവും കൂടുകയാണ്. തടയണയ്ക്ക് പിറകിലായി തലയുയർത്തി നിൽക്കുന്ന നരിവടക്കുന്നും പ്രധാന ആകർഷണമാണ്. കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സമയങ്ങളിൽ ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചെറുപ്പുളശ്ശേരി. വേനൽ കഠിനമായതോടുകൂടി വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കോട്ടപ്പാടം പഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പ് പുള്ളിച്ചിപ്പാറ നിവാസികൾ. പ്രദേശത്ത് 150ഓളം കുടുംബങ്ങളാണ് ഒരു തുള്ളി വെള്ളത്തിനായി കിലോമീറ്ററുകളോളം അലയുന്നത്. മലയോര മേഖലയായ ഇവിടെ 800-ലധികം ആളുകളാണ് കുടിവെള്ളക്ഷാമം മൂലം വലയുന്നത്. നിലവിൽ പ്രദേശത്ത് 20,000 ലിറ്ററിന്റെ ജലസംഭരണിയും കുടിവെള്ള പദ്ധതിയും ഉണ്ടെങ്കിലും കിണറ്റിലെ വെള്ളം വറ്റിയതോടെ 4 ദിവസത്തിലൊരിക്കൽ മാത്രമാണ് ജലവിതരണം നടക്കുന്നത്. ഇതോടെ നിത്യജീവിതം ദുസ്സഹമായ നാട്ടുകാർ അലക്കാനും കുളിക്കാനും മാത്രം ഉപയോഗിക്കുന്ന കുളത്തിലെ വെള്ളമാണ് ഇപ്പോൾ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾക്ക് സാറേ വെള്ളം കിട്ടണം. വെള്ളത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇവിടെ അർജന്റാണ്. അതിനൊരു കുഴപ്പമില്ല ഇവിടെ. അതിന് വെള്ളം തന്നേ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് കിട്ടും എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളതിന് ഒന്ന് പരിശ്രമിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടണം. ഇതുവരെ ഞങ്ങൾ അങ്ങനെ കിട്ടാതെ കുറേ അങ്ങനെ ഇങ്ങനെപ്പടായിട്ട് ആ കാട്ടിലെ വെള്ളം ഗതിയും വിധിയും കേട്ടിട്ടൊക്കെ നടക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. എല്ലാവരും കൂടി സഹകരിച്ചാലല്ലേ ആ കാര്യം വിജയിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കത് എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഞങ്ങൾക്കത് നൽകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചില വീടുകളിൽ സ്വകാര്യ കിണറുകളും കുഴൽ കിണറുകളും ഉണ്ടെങ്കിലും മാസങ്ങൾക്ക് മുൻപേ അവയെല്ലാം വറ്റി വരണ്ടു. മഴ പെയ്താൽ മാത്രമേ തങ്ങളുടെ ദുരിതത്തിന് അറുതിയാകൂ എന്നും ഒരു കുടം വെള്ളത്തിനായി പാതിരാത്രി വരെ ഉറക്കമിളച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നും പ്രദേശവാസികളായ മൈമൂനയും സുഹറയും പറഞ്ഞു. ഞങ്ങൾക്ക് വെള്ളം വേണം, കുടിവെള്ളം ഇവിടെ ഇല്ല. അതുകൊണ്ട് എന്തായാലും വണ്ടിക്ക് അടിച്ച് ഞങ്ങൾ തരണം. ഇനി വല്ല കോയൽക്കിണറും കുത്തി തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കോയൽക്കിണർ കുത്തി തന്നാലും മതി. മേൽഭാഗത്തേക്കൊന്നും തീരെ വെള്ളം കിട്ടണില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റൂ. ഞങ്ങൾക്ക് വെള്ളം വേണം. വളരെ വിഷമത്തിലാണ് ഞങ്ങൾ. പുളിച്ചിപ്പാറമ്പ് വെള്ളമില്ലായിട്ട് വെള്ളം കലക്കൽ വെള്ളമാണ്. 4 ദിവസം കൂടുമ്പോൾ ജലനിധി കിട്ടുന്നത്. അത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. അതിൽ നല്ല വിഷമാണ്. ഞങ്ങൾക്ക് കുളിക്കാൻ വെള്ളമില്ല, നിസ്കരിക്കാൻ വെള്ളമില്ല. പാറയുടെ മുകളിലാണ്. നല്ല വിഷമത്തിലാണ് ഞങ്ങൾ. വർഷങ്ങളായി തുടരുന്ന ഈ പ്രശ്നത്തിന് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ 30-35 വീടോളം കുടിവെള്ളം, ഒരു വെള്ളമല്ല, ഒരു സംവിധാനം ഇല്ലാത്ത ആളുകളാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ പഞ്ചായത്തിന്റെ മെമ്പറോട് ഞങ്ങളിത് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ചെയ്തിട്ടുണ്ടായി. പിന്നെ ബന്ധപ്പെട്ടവരെ ഞങ്ങൾക്ക് ഇതിന് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു തരും. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകനായ TK ഇപ്പു മുന്നറിയിപ്പ് നൽകി. പഞ്ചായത്ത് പറഞ്ഞത് അവിടുന്ന് ടെൻഡർ എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചിട്ടില്ല. അത് പൊട്ടിച്ചു വിടുമ്പോൾ പെട്ടെന്ന് കുടിവെള്ളം എടുക്കാൻ ഈ വണ്ടിയിൽ കയറ്റി പോരുന്ന കോൺട്രാക്ടർമാർ അവർ ഇത് ടെൻഡർ പൊട്ടിച്ച് അതെടുത്തിട്ട് അത് ചുരുങ്ങിയ 4 ദിവസം കഴിയും. അപ്പോഴത്തേനും ഇവറ്റ വെള്ളം കിട്ടാതെ, ശ്വാസം കിട്ടാതെ പിന്നെ മുട്ടിമരിക്കേണ്ട അവസ്ഥയിലേക്കാണ്. ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല. ഒരു നിസ്കരിക്കാനോ ഉപയെടുക്കാൻ പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് പെട്ടെന്ന് വെള്ളം കിട്ടണം. കിട്ടുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കലക്ടർ പിന്നെ കലക്ടറേറ്റേക്ക് ഇവരൊക്കെ കയറ്റിയിട്ട് ഞാൻ ചെല്ലുകയാണ്. അല്ലാതെ ഒരു നിവൃത്തിയില്ല. പാവങ്ങൾക്ക് വെള്ളം കിട്ടണം. ഇതൊരു പാർട്ടിയോ ഞാനൊരു പാർട്ടിക്കാരനാണ്. പക്ഷെ ആ പാർട്ടിയോ അല്ലെങ്കിൽ വേറെ ഒരു പാർട്ടിക്ക് എതിരായിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിന്റെ ഭാഗമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കാലിക്കുടങ്ങളുമായി ജലസംഭരണിക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. എല്ലാ വർഷവും വേനൽക്കാലത്ത് ഇവിടെ ജലക്ഷാമം അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇത്തവണ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് നാട്ടുകാരനായ ഫാറൂഖ് പറഞ്ഞു. CCN ചത്തല്ലൂർ. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടത്തും വെള്ളിയാഴ്ച വരെ വേനൽ മഴ ലഭിച്ചേക്കാം എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്.
സൂര്യതാപ അപകടങ്ങളും വർദ്ധിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ മാത്രം 40.1 ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രിയും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി വരെയും താപനില രേഖപ്പെടുത്തിയേക്കാം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. താപനില ഉയരുന്നതിനാൽ പൊതുജനങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ വേനൽ മഴ ലഭിച്ചേക്കാം എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച വരെ ചില സംസ്ഥാനങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCN. കച്ചനാട്ടുകര പഴഞ്ചേരി ശിവക്ഷേത്രത്തിലെ കളംപാട്ട് താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെയും വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെ അകമ്പടിയോടെയും ആഘോഷിച്ചു. വേലകൾക്കൊപ്പമെത്തിയ ഗജവീരന്മാരും പിറാപൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും പൂരപ്പറമ്പിലെ കാണികൾക്ക് മതിവരാ കാഴ്ചയേകി. താലപ്പൊലി കൊട്ടിയറിയിക്കൽ, ധാരികവധം പാട്ട് എന്നിവയോടെ തുടങ്ങിയ ആഘോഷങ്ങളിൽ ഗജവീരന്റെ അകമ്പടിയോടെ നടന്ന കാഴ്ച ശിവേലി ഭക്തർക്ക് നയന മനോഹരമായ കാഴ്ചയായി. കാഞ്ഞിലശ്ശേരി വിനോദ് മാരാർ, തൃക്കൂർ അശോക് മാരാർ എന്നിവരുടെ പ്രമാണത്തിൽ നടന്ന നടപ്പുര പഞ്ചാരിമേളം വാദ്യപ്രേമികൾക്ക് ഹരമായി മാറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നാരായണമംഗലത്ത് കുമാരസ്വാമി ഭട്ടതിരിപ്പാട്, മേൽശാന്തി പ്രദീപ് ത്രിപാഠി, കുളക്കാട്ടുകുറിശി സുകുമാരക്കുറുപ്പ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ടോടെ അത്തിപ്പറ്റ, നെല്ലിക്കുന്ന്, മണലടി, കൂട്ടാണിക്കുന്ന്, തലമ്പറവട്ട, കുറുമാലിക്കാവ് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വെളിച്ചപ്പാടിന്റെയും ചെണ്ടവാദ്യത്തിന്റെയും അകമ്പടിയോടെ ഭക്തർക്ക് അരിയേറിനായി നടന്ന എഴുന്നള്ളിപ്പ് ആൽത്തറയിൽ സംഗമിച്ചു. തുടർന്ന് ആൽത്തറമേളവും പാണ്ടിമേളവും ക്ഷേത്ര പ്രദക്ഷിണവും നടന്നു. വേലകൾക്കൊപ്പമെത്തിയ ഗജവീരന്മാരും പിറാപൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും പൂരപ്പറമ്പിലെ കാണികൾക്ക് മതിവരാ കാഴ്ചയേകി. വാദ്യക്കമ്പക്കാർക്ക് ആവേശമായി ശിങ്കാരിമേളവും ഉത്സവത്തിന് മാറ്റുകൂട്ടി. രാത്രിയിൽ നടന്ന കളംപൂജ, ചുറ്റുതാലപ്പൊലി, കളമഴിക്കൽ എന്നിവയ്ക്ക് ശേഷം തൃശൂർ സദ്ഗമയുടെ നാടകത്തോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. കച്ചനാട്ടുകര, ചെത്തല്ലൂർ, കുണ്ടൂർക്കുന്ന്, നാട്ടുകൾ തുടങ്ങിയ തട്ടകദേശങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുത്തത്. CCN, ചെത്തല്ലൂർ. അട്ടപ്പാടിയിലേക്ക് മദ്യം കടത്തുന്നതിനിടെ പോലീസ് ചെക്ക് പോസ്റ്റുകൾ തകർത്ത് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിച്ച് രക്ഷപ്പെട്ട പ്രതി ഒടുവിൽ പോലീസ് പിടിയിൽ. ആനമുള്ളി തട്ടാരക്കാടൻ വീട്ടിൽ റഹീമിനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 6 രാവിലെ 6 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. അട്ടപ്പാടിയിലേക്ക് വിൽപ്പനയ്ക്കായി മദ്യം കടത്താൻ ശ്രമിച്ച റഹീമിനെ മുക്കാലിയിൽ വെച്ച് പോലീസ് തടയാൻ ശ്രമിച്ചു. എന്നാൽ വാഹനം നിർത്താതെ ചെക്ക് പോസ്റ്റ് ബാരിക്കേഡുകൾ തകർത്ത് പ്രതി മുന്നോട്ട് പാഞ്ഞു. ഈ ആക്രമണത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. മുക്കാലിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി വാഹനം തിരിച്ച് മണ്ണാർക്കാട് ഭാഗത്തേക്ക് അതിവേഗം ഓടിച്ചുപോയി. ആനമൂളി ചെക്ക് പോസ്റ്റിലും പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും അവിടെയും വെട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കത്തിനൊടുവിലാണ് റഹീമിനെ പിടികൂടാനായത്. CCN, മണ്ണാർക്കാട്. പാലക്കാട് മേപ്പറമ്പ് ബൈപ്പാസിൽ ഹോട്ടൽ മുറി വാടകയ്ക്കെടുത്ത് ലഹരിമരുന്ന് കച്ചവടം നടത്താൻ ശ്രമിച്ച
6 അംഗ സംഘത്തെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും സാമ്പിളുകളായി എത്തിച്ചതെന്ന് കരുതുന്ന 8 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. നെന്മാറ സ്വദേശികളായ ചാത്തമംഗലം വടക്കേക്കാട് മിഥുൻ, പോത്തുണ്ടി നെല്ലിക്കോട് അജിത്, എലപ്പുള്ളി തേനാരി ഒഗരപ്പള്ളം ശീതൾ, നൂറണി പുതുപ്പള്ളിത്തെരുവ് പൂളക്കാട് ആഷിഫ്, ഷൊർണൂർ മഞ്ഞക്കാട് ബേത്തിൽ റോഡ് മുഹമ്മദ് അസർ, മേപ്പറമ്പ് പൂളത്തൊടി ജംഷുദ്ദീൻ എന്നിവരെയാണ് സൗത്ത് പോലീസ് പിടികൂടിയത്. വൈകിട്ടോടെ മേപ്പറമ്പ് ബൈപ്പാസിൽ സംശയകരമായ സാഹചര്യത്തിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി കാറിനെ കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരി വിൽപ്പന സംഘം പിടിയിലായത്. കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാറിലുണ്ടായിരുന്നവർ സമീപത്തെ സ്വകാര്യ ഹോട്ടലിൽ ഉണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് ഹോട്ടൽ മുറിയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ 10 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 8 ഗ്രാം MDMA കണ്ടെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. CCN പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിൽ ഗതാഗത നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചലാൻ ലഭിച്ചവർക്ക് ഇളവോടെ പിഴയടയ്ക്കാനുള്ള തീയതി വ്യാഴാഴ്ച അവസാനിക്കും. 2024 ഡിസംബർ 31 ലഭിച്ച ചലാനുകൾക്കാണ് പിഴത്തുകയുടെ 50% മാത്രം അടച്ച് കേസ് തീർപ്പാക്കാൻ സാധിക്കുന്നത്. കൃഷിയിടത്തിൽ പന്നിശല്യം തടയാൻ സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചു. പരിയാപുരം പട്ടിക്കുന്ന് സ്വദേശി അബ്ദുൾ അസീസിനെയാണ് സ്വന്തം കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപം ഒരു പന്നിയെയും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിന് മുൻപ് അരങ്ങേറിയ വിസ്മയകരമായ ഒരു കഥകളി പ്രകടനത്തെ അതിന്റെ എല്ലാ തന്മയോടും കൂടി വീണ്ടെടുക്കാനുള്ള അപൂർവമായ ഒരു പുനരാവിഷ്കരണ പദ്ധതിക്ക് വേദിയൊരുങ്ങുന്നു. കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റും കാനഡയിലെ മോൺട്രിയൽ ആസ്ഥാനമായുള്ള ഡാൻസ് കലാശാസ് എന്ന നൃത്ത സംഘവും സംയുക്തമായാണ് ഈ ഗവേഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. വേനൽ കഠിനമായതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പ് പുള്ളിച്ചിപ്പാറ നിവാസികൾ. പ്രദേശത്തെ 150ഓളം കുടുംബങ്ങളാണ് ഒരു തുള്ളി വെള്ളത്തിനായി കിലോമീറ്ററുകളോളം അലയുന്നത്. മലയോര മേഖലയായ ഇവിടെ 800-ലധികം ആളുകളാണ് കുടിവെള്ളക്ഷാമം മൂലം വലയുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.